പണം നേടാനുള്ള ശ്രമം നിങ്ങൾ ഉപേക്ഷിക്കുന്ന നിമിഷം പണം ആഗ്രഹിക്കുന്ന ഒരാളായി നിങ്ങൾ മാറുന്നു. പണത്തെ ആകർഷിക്കാനുള്ള യാത്ര പുറത്തുനിന്നല്ല ആരംഭിക്കുന്നത്. അത് ഉള്ളിലെ ഏറ്റവും ശാന്തമായ കോണിൽ നിന്നാണ് തുടങ്ങുന്നത്. മനസ്സിന്റെ ബഹളങ്ങൾ അവസാനിക്കുന്നിടത്തുനിന്ന്, ആഗ്രഹങ്ങളുടെ പീട്ടി അയയുന്നിടത്തുനിന്ന്, നിങ്ങളുടെ അസ്തിത്വത്തെ അതിന്റെ യഥാർത്ഥ വെളിച്ചത്തിൽ നിങ്ങൾ ആദ്യമായി അനുഭവിക്കുന്നിടത്തുനിന്ന്. ലോകത്തിലെ എല്ലാ അന്വേഷണങ്ങളും പുറത്തേക്കാണ് പോകുന്നത്. എന്നാൽ പണത്തിന്റെ രഹസ്യം പുറത്തല്ല. നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിലൂടെയും, ഓരോ ചിന്തയിലൂടെയും, ഓരോ ശ്വാസത്തിലൂടെയും കടന്നുപോകുന്ന ആന്തരിക ഊർജ്ജത്തിന്റെ പ്രതിഫലനമാണ് പണം. അതുകൊണ്ടാണ് പണത്തിനു പിന്നാലെ നിങ്ങൾ എത്രത്തോളം ഓടുന്നുവോ പണം അത്രത്തോളം നിങ്ങളിൽ നിന്ന് അകന്നുപോകുന്നത്. ഒരു പക്ഷിയെ പിടിക്കാൻ ശ്രമിച്ചാൽ അത് പറന്നുപോകും പോലെ. എന്നാൽ നിങ്ങൾ ശാന്തമായിരുന്നാൽ അതേ പക്ഷി നിങ്ങളുടെ തോളിൽ വന്നിരുന്നേക്കാം. അതുപോലെ തന്നെ പണമോടുന്നൊരു മനസ്സിനെ ആഗ്രഹിക്കുന്നില്ല. പണം സ്ഥിരതയുള്ള മനസ്സിനെയാണ് ആഗ്രഹിക്കുന്നത്. ഓടുന്ന മനസ്സ് യാചിക്കുന്നു. സ്ഥിരതയുള്ള മനസ്സ് ആകർഷിക്കുന്നു. കൂടുതൽ നേടുന്നതിലൂടെ ഞാൻ സമ്പന്നനാകുമെന്ന് ആളുകൾ കരുതുന്നു എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. എന്നാൽ സത്യമിതാണ്, സമ്പന്നനാകുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ നേടും. പണം നേടുന്നതൊരു നേട്ടമല്ല, പണത്തെ ആകർഷിക്കുന്നതൊരു കലയാണ്. തന്റെ ഉള്ളിലെ ശൂന്യതകളെ നികത്താൻ പഠിക്കുന്നവന് മാത്രമേ ഈ കല വശമാകൂ. ധ്യാനത്തിലൂടെ, മൗനത്തിലൂടെ, മനസ്സിലാക്കലിലൂടെ, അവബോധത്തിലൂടെ. കാരണം പണം ഊർജ്ജമാണ്. ഊർജ്ജം അതിന് ഇടമുള്ള സ്ഥലത്തേക്ക് പോകുന്നു. ഭയവും സമ്മർദ്ദവും അരക്ഷിതാവസ്ഥയും താരതമ്യവുമുള്ള ഒരു മനസ്സിൽ എവിടെയാണിടം? അത്തരം ഒരു മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്, എന്നാൽ മാലിന്യങ്ങൾ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. അത്തരം മനസ്സ് തിരക്കിലാണ്, എന്നാൽ സ്വന്തം ആശയക്കുഴപ്പങ്ങളിലാണ്. തിരക്ക് അത്തരം മനസ്സ് വേഗത്തിലാണ്, എന്നാൽ ഓടുന്നതിൽ വേഗത കൂടി നിൽക്കാൻ മറന്നുപോയി, കേൾക്കാൻ മറന്നുപോയി. പണത്തെ ആകർഷിക്കുന്നതിനുള്ള ആദ്യത്തെ നിയമം ഇതാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇടം കണ്ടെത്തുക. ശാന്തമായ ഊർജ്ജത്തിനിടം വേണം, അവസരങ്ങൾക്കിടം വേണം, സമൃദ്ധിക്കിടം വേണം. ആ ഇടം മൗനത്തിൽ മാത്രമേ ലഭിക്കൂ. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, നിങ്ങളുടെ ചിന്തകളുടെ പ്രവാഹത്തെ വെറുതെ കാണുമ്പോൾ, നിങ്ങൾ അവയെക്കുറിച്ച് വിഷമിക്കാതെ വെറുമൊരു സാക്ഷിയായി നിൽക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ വിചിത്രമായ ഒരു മൃദുവായ വെളിച്ചം ഉണരാൻ തുടങ്ങും. ഒരു അനുഭവത്തെക്കാളും ചെറുതല്ലാത്ത ഒരു ശാന്തമായ ബോധം, ഒരു നേട്ടത്തെക്കാളും കുറവല്ലാത്ത ഒരാഴം. ആ ആഴത്തിലാണ് പണം വേരുറപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം പണം കേവലം ഒരു ഉപാധിയല്ല, അതൊരു ഊർജ്ജമാണ്. ഊർജ്ജം എപ്പോഴും ഐക്യത്തിലേക്കാണ് പോകുന്നത്. എവിടെ സമ്മർദ്ദമുണ്ടോ അവിടെ പണം നിലനിൽക്കില്ല. എവിടെ അത്യാഗ്രഹമുണ്ടോ അവിടെ പണത്തിന്റെ രുചി കൈപ്പേറിയതാകും. എവിടെ ഭയമുണ്ടോ അവിടെ പണം നിന്നാലും ദുഃഖം നൽകും. എന്നാൽ എവിടെ മൗനമുണ്ടോ, എവിടെ ലാളിത്യമുണ്ടോ, എവിടെ ബോധത്തിന്റെ നൃത്തമുണ്ടോ അവിടെ പണം പൂക്കുന്നു. വസന്തകാലത്ത് പൂക്കൾ വിരിയുന്നതുപോലെ പണം വസന്തം പോലെയാണ്. നിങ്ങൾക്കതിനോട് കൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പൂന്തോട്ടം വസന്തത്തിന് സ്വയം വരാൻ ആഗ്രഹിക്കുന്നത്ര മനോഹരമാക്കാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയൂ. പൂന്തോട്ടം മനോഹരമാകുന്നു നിങ്ങളുടെ ഉള്ളിലെ സമാധാനത്താൽ. നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെയുണ്ടോ അങ്ങനെ തന്നെ നിങ്ങളുടെ പുറത്തും മാറുന്നു. ഉള്ളിൽ കുറവുണ്ടെങ്കിൽ പുറത്ത് എത്ര വന്നാലും നിങ്ങൾക്കെപ്പോഴും കുറവാണെന്ന് തോന്നും. ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ എത്ര പണം ലഭിച്ചാലും അത് നഷ്ടപ്പെടുമെന്ന ഭയത്തോടെ നിങ്ങൾ ജീവിക്കും. ഉള്ളിൽ താരതമ്യമുണ്ടെങ്കിൽ ലോകത്തിലെ എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്ക് ചെറുതായി തോന്നും. അതിനാൽ പണത്തെ ആകർഷിക്കുന്നതിനുള്ള ആദ്യപടി ഉള്ളിൽ നിറയുക എന്നതാണ്. നിറയുന്നത് ഒരു വസ്തുവിനാലല്ല നിറയുന്നത് സാന്നിധ്യത്താലാണ്. നിങ്ങളുടെ അസ്തിത്വത്താൽ പരക്കുന്ന ആ വെളിച്ചത്താലാണ് നിറയേണ്ടത്. മനസ്സ് ഒരിക്കലും ശൂന്യമായിരിക്കില്ല. ഒന്നുകിൽ അത് ഉത്കണ്ഠകളാൽ നിറഞ്ഞിരിക്കും, അല്ലെങ്കിൽ അവബോധത്താൽ. ഇവ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഉത്കണ്ഠകൾ നിറഞ്ഞ മനസ്സ് ഒരു ഭാരമാണ്. അവബോധം നിറഞ്ഞ മനസ്സ് ഒരു കാന്തമാണ്. വ്യത്യാസം ഇത്രമാത്രം: ഒരെണ്ണം വഴിതെറ്റിക്കുന്നു, മറ്റൊന്ന് ആകർഷിക്കുന്നു. പണം നേടാൻ കഠിനാധ്വാനം ചെയ്യണമെന്ന് ആളുകൾ പറയുന്നു. എന്നാൽ എത്രത്തോളം കഠിനാധ്വാനം? ഏതു ദിശയിൽ? ഏത് ഊർജ്ജത്തിൽ? കാരണം അധ്വാനിക്കുന്നതിനു മുമ്പ് ഊർജ്ജമാണ് ഫലം എന്തായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ഊർജ്ജം സമ്മർദ്ദത്തിൽ നിന്നാണ് ജനിച്ചതെങ്കിൽ ഫലവും സമ്മർദ്ദം സൃഷ്ടിക്കും. നിങ്ങളുടെ ഊർജ്ജം അവബോധത്തിൽ നിന്നാണ് ജനിച്ചതെങ്കിൽ ഫലം സമാധാനം നൽകും. ഊർജ്ജം ശാന്തമായിരിക്കുന്നിടത്താണ് എപ്പോഴും സമൃദ്ധി ജനിക്കുന്നത്. മനസ്സ് സ്ഥിരമായിരിക്കുന്നിടത്ത്, ഉള്ളിൽ യുദ്ധങ്ങളൊന്നും നടക്കാത്തിടത്ത്. കാരണം നിങ്ങൾ ഉള്ളിൽ പൊരുതുമ്പോൾ പുറത്ത് വിജയിക്കുക അസാധ്യമാണ്. പണത്തെ ആകർഷിക്കുന്നതിന്റെ രഹസ്യം നിങ്ങൾ പണത്തെ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നതിലല്ല, നിങ്ങൾ എത്രമാത്രം യോഗ്യനാകുന്നു എന്നതാണ് രഹസ്യം. അർഹതയുള്ളിടത്ത് ജീവിതം എപ്പോഴും നൽകുന്നു. എന്താണ് അർഹത? നിങ്ങൾ ഉള്ളിൽ നിന്ന് ശാന്തമാകുന്ന അവസ്ഥയാണ് അർഹത. ജീവിതത്തിന്റെ യഥാർത്ഥ വാതിലുകളിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ആ വെപ്രാളത്തിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രനാകുന്നു. നിങ്ങൾ ബാഹ്യം
മായ വസ്തുക്കളെ ആശ്രയിക്കുന്നത് ഉപേക്ഷിക്കുന്ന ആന്തരിക പൂർണ്ണതയാണ് അർഹത. ഇത് വളരെ ആഴത്തിലുള്ള ഒരു സത്യമാണ്. പണമില്ലെങ്കിലും പൂർണ്ണനായവനു മാത്രമേ പണം ലഭിക്കൂ. അങ്ങനെയുള്ള ഒരാളിലേക്ക് പണം വരുന്നു. കാരണം അയാൾക്ക് പണം സമാധാനം വാങ്ങാനുള്ള ഒരു ഉപാധിയല്ല. പണം അയാളുടെ ആന്തരിക സമൃദ്ധിയുടെ വിപുലീകരണമാണ്. ആ വ്യക്തി പണത്തിന്റെ യജമാനനാണ്. പണം അയാളുടെ യജമാനനാകുന്നില്ല. മിക്ക ആളുകളും പണത്തെ യജമാനനാക്കുന്നു. യജമാനൻ ഒരിക്കലും ദയ കാണിക്കില്ല. അവൻ ആജ്ഞാപിക്കുന്നു, അവൻ ഓടിക്കുന്നു, അവൻ ഉറക്കം കെടുത്തിക്കളയുന്നു. എന്നാൽ ഉള്ളിൽ നിന്ന് സമ്പന്നനായ വ്യക്തി പണത്തെ ഒരു സേവകനെപ്പോലെ ഉപയോഗിക്കുന്നു. തന്നിലെ വെളിച്ചം പരത്താനും സ്വപ്നങ്ങൾക്ക് രൂപം നൽകാനും ജീവിതം മനോഹരമാക്കാനും അവൻ അതിനെ പ്രവാഹത്തിൽ നിർത്തുന്നു. നിങ്ങൾക്കും പണത്തിനുമിടയിലുള്ള ബന്ധം ഊർജ്ജത്തിന്റേതു മാത്രമാണ്. ഊർജ്ജത്തിൽ നിങ്ങൾ ഭാരം കുറഞ്ഞവനാണെങ്കിൽ പണം നിങ്ങളിലേക്ക് വരും. ഊർജ്ജത്തിൽ നിങ്ങൾ ഭാരമുള്ളവനാണെങ്കിൽ പണം നിങ്ങളെ കണ്ടാലും കടന്നുപോകും. ഭാരമേറിയ ഊർജ്ജം എന്നാൽ ഉത്കണ്ഠ, താരതമ്യം, അത്യാഗ്രഹം, അസൂയ, ഭയം, അരക്ഷിതാവസ്ഥ, ആത്മസംശയം എന്നിവയാണ്. ലഘുവായ ഊർജ്ജം എന്നാൽ സ്വീകാര്യത, കൃതജ്ഞത, അവബോധം, മൗനം, വിശ്വാസം, സന്തുലിതാവസ്ഥ, ആന്തരിക സമൃദ്ധി എന്നിവയാണ്. നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ അവസരങ്ങളെയും ക്ഷണിക്കുന്നത്. അതിനാൽ പണത്തെ ആകർഷിക്കുന്ന പ്രക്രിയ തുടങ്ങുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ഒരു ദീപം തെളിയിക്കുന്ന നിമിഷം മുതലാണ്. മൗനത്തിന്റെ ദീപം, സാക്ഷിഭാവത്തിന്റെ ദീപം. ഈ ദീപം തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത്. ഈ ദീപം തെളിയുമ്പോൾ ജീവിതം നിങ്ങൾക്ക് അതേ അനുപാതത്തിൽ നൽകാൻ തുടങ്ങുന്നത് നിങ്ങൾ കാണും. നിങ്ങൾ ഉള്ളിൽ എത്രത്തോളം നിറഞ്ഞിരിക്കുന്നുവോ ആ അനുപാതത്തിൽ നിങ്ങൾ പകുതി നിറഞ്ഞതാണെങ്കിൽ ജീവിതം പകുതി നൽകും. നിങ്ങൾ പൂർണ്ണമായും നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം പൂർണ്ണമായും നൽകും. ഈ ലോകം യാദൃശ്ചികതകളാലല്ല പ്രവർത്തിക്കുന്നത്. ഇത് ഊർജ്ജ നിയമങ്ങളാലാണ് പ്രവർത്തിക്കുന്നത്. ഊർജ്ജത്തിന്റെ ആദ്യത്തെ നിയമം ഇതാണ്: ഉള്ളിലുള്ളത് തന്നെയാണ് പുറത്ത് രൂപപ്പെടുന്നത്. പുറത്തുനിന്ന് പണം വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് വരണ്ട ഭൂമിയിൽ നദിയൊഴുക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നത് പോലെയാണ്. നദി ഒഴുകുന്നു എവിടെ ഭൂമി തയ്യാറാണോ അവിടെ. പണം വരുന്നു എവിടെ ബോധം തയ്യാറാണോ അവിടെ. ആദ്യം നിങ്ങൾ ഭൂമിയാകണം, അപ്പോൾ പണം നിങ്ങളുടെ നദിയാകും. എന്നാൽ ഭൂമിയാകാൻ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങണം. നിങ്ങളുടെ മനസ്സിന്റെ പൊടി തട്ടിക്കളയണം. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കണം. നിങ്ങളുടെ ഭയത്തെ മനസ്സിലാക്കണം. നിങ്ങളുടെ വെളിച്ചത്തെ പരിശീലിക്കണം. സ്വയം കുറച്ചു കാണുന്നവരിൽ നിന്ന് പണം അകന്നുപോകുന്നു. തങ്ങളുടെ ഉള്ളിലെ അസ്തിത്വത്തെ ബഹുമാനിക്കുന്നവരിലേക്ക് പണം വരുന്നു. സ്വയം ബഹുമാനിക്കുക എന്നത് ഏറ്റവും വലിയ ആത്മീയ പ്രവൃത്തിയാണ്. നിങ്ങൾ നിങ്ങളെത്തന്നെ ബഹുമാനിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജത്തിൽ അന്തസ്സുണ്ടാകുന്നു. സമൃദ്ധിയെ പിടിച്ചെടുക്കുന്ന കാന്തമാണ് ആ അന്തസ്സ്. അവസരങ്ങളെ ആകർഷിക്കുന്ന സുഗന്ധമാണ് അന്തസ്സ്. ആന്തരിക മൗനത്തെ തൊട്ടറിഞ്ഞ വ്യക്തിക്ക് മാത്രമേ ആ അന്തസ്സ് ലഭിക്കൂ. ഉള്ളിൽ മൗനം ജനിക്കുമ്പോൾ പുറത്ത് സമൃദ്ധി ജനിക്കുന്നു. ഉള്ളിൽ സമാധാനം ഒഴുകുമ്പോൾ പുറത്ത് സമ്പൽ സമൃദ്ധി ഒഴുകാൻ തുടങ്ങും. ഉള്ളിൽ സ്ഥിരതയുണ്ടെങ്കിൽ പുറത്ത് തീരുമാനങ്ങൾ ശരിയാകാൻ തുടങ്ങും. ശരിയായ തീരുമാനങ്ങളാണ് യഥാർത്ഥ സമ്പത്ത്. പണം പ്രവൃത്തിയുടെ ഫലമാണ്. എന്നാൽ തീരുമാനം പ്രവൃത്തിക്ക് പിന്നിലെ ദിശയാണ്. ദിശ വരുന്നത് മൗനത്തിൽ നിന്നാണ്, ഓട്ടപ്പാച്ചിലിൽ നിന്നല്ല. അതിനാൽ ആദ്യ ഭാഗം, ആദ്യ നിയമം, ആദ്യ രഹസ്യം: പണത്തിന് പിന്നാലെ ഓടരുത്. പണം നിങ്ങളുടെ പിന്നാലെ ഓടാൻ പാകത്തിലുള്ള ആ ഊർജ്ജത്തെ ഉണർത്തുക. ആ ഊർജ്ജം ഏതെങ്കിലും വിദ്യയിലൂടെ വരുന്നതല്ല. അത് വരുന്നത് നിങ്ങളുടെ ആന്തരിക യാത്രയിൽ നിന്നാണ്, നിങ്ങളുടെ മൗനത്തിൽ നിന്നാണ്, നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിന്നാണ്, നിങ്ങളുടെ അവബോധത്തിൽ നിന്നാണ്. ഈ യാത്ര തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ മൂലധനം. ജീവിതം നിങ്ങൾക്ക് എതിരല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ പണത്തെ ആകർഷിക്കാനുള്ള യാത്ര തുടങ്ങുകയുള്ളൂ. ജീവിതം ഒരിക്കലും നിങ്ങളെ തള്ളിയിടുന്നില്ല. ജീവിതം എപ്പോഴും നിങ്ങളെ വിളിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് അത് കേൾക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ അത്രമാത്രം ശബ്ദം നിറഞ്ഞിരിക്കുന്നു. അതിനാൽ അസ്തിത്വത്തിന്റെ മൃദുവായ നേരിയ ശബ്ദം അമർച്ച ചെയ്യപ്പെടുന്നു. നിങ്ങൾ ഉള്ളിൽ ശാന്തമാകുന്ന നിമിഷം തന്നെ ജീവിതം നിങ്ങളെ എവിടെയെങ്കിലും എത്തിക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഇവിടെ ഉണ്ടാകണമെന്നാണ് ജീവിതം ആഗ്രഹിക്കുന്നത്. ഈ നിമിഷത്തിൽ, ഈ ശ്വാസത്തിൽ, ഈ അനുഭവത്തിൽ പൂർണ്ണമായി സന്നിഹിതനായിരിക്കുക. ഈ സാന്നിധ്യമാണ് സമൃദ്ധിയുടെ ജന്മസ്ഥലം. നിങ്ങൾ ഈ നിമിഷവുമായി ഒന്നാകുമ്പോഴാണ് സമൃദ്ധി വരുന്നത്. കാരണം ആ നിമിഷം നിങ്ങളെ ജീവിതത്തിന്റെ പ്രവാഹവുമായി ബന്ധിപ്പിക്കുന്നു. ഈ പോരാട്ടം, ഈ ഓട്ടപ്പാച്ചിൽ, ഓരോ നിമിഷത്തെയും ഈ ഉത്കണ്ഠ, ഇതെല്ലാം എപ്പോഴും നാളെയെ ലക്ഷ്യമാക്കി ഓടുന്ന ആ മനസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എന്നാൽ നാളെ ഒരിക്കലും വരുന്നില്ല. വരുന്നതിനെ നിങ്ങൾ പാതി മാത്രമേ ജീവിക്കുന്നുള്ളൂ. കാരണം നിങ്ങളുടെ കണ്ണുകൾ നാളെയിലേക്കാണ്. നിങ്ങളുടെ മനസ്സ് ഭാവിയിൽ ഉറപ്പിച്ചിരിക്കുന്നു. യാഥാർത്ഥ്യമില്ലാത്തിടത്ത് നിങ്ങളുടെ ഊർജ്ജം അലഞ്ഞുതിരിയുകയാണ്.
ഈ അലച്ചിലിൽ സമൃദ്ധിക്കോ അവസരങ്ങൾക്കോ വ്യക്തതയ്ക്കോ ജനിക്കാൻ കഴിയില്ല. അലയുന്ന മനസ്സിൽ മിഥ്യാധാരണകൾ മാത്രമേയുള്ളൂ. ഈ മിഥ്യാധാരണകൾ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നത്. മൗനത്തിൽ നിന്ന്, സ്ഥിരതയിൽ നിന്ന്, ആത്മവിശ്വാസത്തിൽ നിന്ന്, ദിശയിൽ നിന്ന്. നിങ്ങൾ ഇന്നിനെ സ്വീകരിക്കുന്ന നിമിഷം, ഇപ്പോൾ എന്നതിനെ പൂർണ്ണമായി ജീവിക്കുന്ന നിമിഷം, നിങ്ങളുടെ ഓരോ ശ്വാസവും നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്ന നിമിഷം, ആ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ അതിരുകളില്ലാത്ത ഒരു സന്തുലിതാവസ്ഥ ജനിക്കുന്നു. ഈ സന്തുലിതാവസ്ഥയാണ് പണത്തെ ആകർഷിക്കുന്നത്. കാരണം സന്തുലിതമായൊരു വ്യക്തി ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നു. സന്തുലിതമായൊരു വ്യക്തി അവസരങ്ങളെ തിരിച്ചറിയുന്നു. സന്തുലിതമായൊരു വ്യക്തി തെറ്റായ തിരിവുകളിൽ നിന്ന് രക്ഷപ്പെടുന്നു. സന്തുലിതമായൊരു വ്യക്തി പ്രതീക്ഷകളില്ലാതെ പ്രവർത്തിക്കുന്നു. പ്രതീക്ഷയില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് വിജയിക്കുന്നത്. പ്രതീക്ഷ എപ്പോഴും സമ്മർദ്ദം നൽകുന്നു. സാന്നിധ്യം എപ്പോഴും സമൃദ്ധി നൽകുന്നു. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്കിറങ്ങിച്ചെല്ലുമ്പോൾ നിങ്ങളുടെ എല്ലാ സമ്മർദ്ദങ്ങളും നിങ്ങളുടെ സ്വന്തം ഭാവനയിൽ നിന്ന് ജനിച്ചതാണെന്ന് നിങ്ങൾ കാണും. അവയ്ക്ക് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല. ഭാവനയിൽ സൃഷ്ടിച്ച സമ്മർദ്ദം നിങ്ങളുടെ ഊർജ്ജത്തെ പിടിച്ചു നിർത്തുന്നു. എന്നാൽ നിങ്ങൾ ധ്യാനത്തിലിരിക്കുമ്പോൾ, നിങ്ങളുടെ ചിന്തകൾ കടന്നുപോകുന്നത് നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ അവയ്ക്ക് പിന്നാലെ ഓടുന്നത് നിർത്തുമ്പോൾ, ക്രമേണ ആ ചിന്തകൾ ഉരുകാൻ തുടങ്ങും. സൂര്യന്റെ ചൂടിൽ മഞ്ഞ് ഉരുകുന്നതുപോലെ ചിന്തകൾ ഉരുകുമ്പോൾ ദ്രവരൂപത്തിലുള്ള ഒരു മൗനം ഉള്ളിൽ ഒഴുകാൻ തുടങ്ങും. സാധാരണമല്ലാത്ത ഒരു മൗനം, നിങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു മൗനം. ഇവിടെ നിന്നാണ് അത് ആരംഭിക്കുന്നത്. പണത്തെ ആകർഷിക്കാനുള്ള യഥാർത്ഥ ശക്തി. കാരണം ആരുടെ ഉള്ളിലാണോ മൗനമുള്ളത്, അവരുടെ സാന്നിധ്യത്തിൽ വല്ലാത്തൊരു ആകർഷണമുണ്ട്. അവരുടെ വാക്കുകൾ കുറവാണെങ്കിലും സ്വാധീനം കൂടുതലായിരിക്കും. അവരുടെ ചുവടുകൾ ശാന്തമാണെങ്കിലും തീരുമാനങ്ങൾ വേഗത്തിലുള്ളതായിരിക്കും. അവരുടെ ഊർജ്ജം ശാന്തമാണെങ്കിലും അതിന്റെ പ്രഭാവം ആഴത്തിലുള്ളതായിരിക്കും. ഈ വ്യക്തിയാണ് ജീവിതത്തിന്റെ താളം മനസ്സിലാക്കുന്നത്. ജീവിതത്തിലെ ഓരോ അവസരങ്ങളും അയാളുടെ മുന്നിൽ തനിയെ വരും. അയാൾക്ക് തള്ളിക്കയറേണ്ടി വരുന്നില്ല. അയാൾക്ക് വാതിലുകൾ തകർക്കേണ്ടതില്ല. അയാൾക്ക് ആളുകളുടെ മുന്നിൽ തലകുനിക്കേണ്ടതില്ല. അയാൾക്ക് ആരെയും അനുകരിക്കേണ്ടതില്ല. അയാൾ തന്റെ ഉള്ളിലേക്ക് മാത്രം ഇറങ്ങിച്ചെല്ലുന്നു. അപ്പോൾ മുഴുവൻ അസ്തിത്വത്തിന്റെയും വാതിലുകൾ അയാൾക്കായി തുറക്കാൻ തുടങ്ങുന്നു. ശാന്തനായ ഒരാൾ, ബോധവാനായ ഒരാൾ, മൗനിയായ ഒരാൾ, അയാൾക്ക് പണത്തിന് പിന്നാലെ ഓടേണ്ടതില്ല. പണം അയാളുടെ ഊർജ്ജത്തിന്റെ ഭാഗമാകുന്നു. അയാൾ എന്തു ചെയ്താലും ആ പ്രവൃത്തി അയാൾക്ക് സമൃദ്ധി തിരികെ നൽകുന്നു. കാരണം അയാൾ ആ പ്രവൃത്തി ഒരു ഭാരമായിട്ടല്ല, മുഴുവൻ മനസ്സുമർപ്പിച്ചാണ് ചെയ്യുന്നത്. മനസ്സ് പൂർണ്ണമായിരിക്കുന്നിടത്ത് ഫലങ്ങളും പൂർണ്ണമായിരിക്കും. പണം വരാൻ എന്തു ജോലിയാണ് ചെയ്യേണ്ടതെന്ന് ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥ ചോദ്യം എന്തു ജോലിയാണ് ചെയ്യേണ്ടത് എന്നതല്ല. യഥാർത്ഥ ചോദ്യം ഏത് ബോധത്തോടെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതാണ്. ഒരേ ജോലി രണ്ട് വ്യത്യസ്ത ബോധങ്ങളിൽ ചെയ്താൽ അതിന്റെ ഫലം ആകാശവും ഭൂമിയും പോലെ വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ സമ്മർദ്ദത്തോടെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ ജോലി നിങ്ങളെ തളർത്തും. തളർന്ന ഒരാൾക്ക് പണത്തെ ആകർഷിക്കാൻ കഴിയില്ല. എന്നാൽ അതേ ജോലി നിങ്ങൾ ശാന്തതയോടെ, മൗനത്തോടെ, സാന്നിധ്യത്തോടെ ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തി നിങ്ങളെ സമ്പന്നനാക്കും. നിങ്ങളുടെ ഊർജ്ജമാണ് നിങ്ങളെ സമ്പന്നനാക്കുന്നത്. നിങ്ങളുടെ പ്രവൃത്തി ആ ഊർജ്ജത്തിന്റെ മാധ്യമം മാത്രമാണ്. അതുകൊണ്ടാണ് പണം ആകർഷണത്തിലൂടെ വരുന്നത്. അധ്വാനത്തിലൂടെയല്ല. കഠിനാധ്വാനം ചെയ്യുന്നവൻ കഷ്ടപ്പെടുന്നു. ആകർഷിക്കുന്നവൻ പ്രവാഹത്തിൽ നീങ്ങുന്നു. വ്യത്യാസം വളരെ സൂക്ഷ്മമാണ്. എന്നാൽ ഇതാണ് ലോകത്തിലെ വിജയശ്രീലാളിതനായ, സമ്പന്നനായ ഏതൊരു വ്യക്തിയെയും നിങ്ങൾ നോക്കൂ. അവരുടെ മുഖത്ത് സമ്മർദ്ദമില്ല. അവരുടെ ചുവടുകളിൽ തിടുക്കമില്ല. അവരുടെ സംസാരത്തിൽ അരക്ഷിതാവസ്ഥയില്ല. അവരുടെ ഊർജ്ജത്തിൽ ഭാരമില്ല. പ്രപഞ്ചം തങ്ങൾക്കൊപ്പമുണ്ടെന്ന് അറിയുന്നതുപോലെയാണ് അവർ നടക്കുന്നത്. അദൃശ്യമായ ഏതോ ശക്തി തങ്ങളുടെ വഴി എളുപ്പമാക്കുന്നതുപോലെയാണ് അവർ പ്രവർത്തിക്കുന്നത്. എന്താണ് ആ ശക്തി? ആ ശക്തിയാണ് ഉള്ളിലെ വ്യക്തതയും മൗനവും. നിങ്ങൾ ലോകത്തോട് പോരാടണമെന്ന് നിങ്ങൾ കരുതുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സുമായി ചങ്ങാത്തം കൂടുക മാത്രമാണ് ചെയ്യേണ്ടത്. മനസ്സിനെ ശാന്തമാക്കൂ. ലോകം തനിയെ ശാന്തമാകും. ലോകത്തോട് യുദ്ധം ചെയ്യരുത്. പ്രകടനങ്ങളോട് യുദ്ധം ചെയ്യരുത്. വിധിയോട് യുദ്ധം ചെയ്യരുത്. സാഹചര്യങ്ങളോട് യുദ്ധം ചെയ്യരുത്. നിങ്ങളുടെ ഉള്ളിലെ ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകുക. അപ്പോൾ നിങ്ങൾക്കായി കാത്തിരുന്ന പണവും അവസരങ്ങളും സമൃദ്ധിയുമെല്ലാം നിങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങും. പുറത്തുള്ളതൊന്നും നിങ്ങൾക്ക് എതിരല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ മിഥ്യാധാരണയുണ്ടെങ്കിൽ പുറം ലോകം ഒരു വഴിയറിയാത്ത കോട്ടയായി മാറുന്നു. ഉള്ളിൽ വ്യക്തതയുണ്ടെങ്കിൽ പുറം ലോകം ഒരു വഴിയായി മാറുന്നു. ഉറച്ച അറിവിലല്ല, അവബോധത്തിൽ ജീവിക്കുന്ന വ്യക്തിയെയാണ് പണം ഇഷ്ടപ്പെടുന്നത്.
അവബോധമുള്ള ഒരു വ്യക്തി ഓരോ അവസരവും ജനിക്കുന്ന നിമിഷത്തിൽ തന്നെ അത് കാണുന്നു. അവസരങ്ങൾ എപ്പോഴും ജനിക്കുന്നത് മൗനത്തിലാണ്, ബഹളത്തിലല്ല. അതിനാൽ മൗനത്തിന്റെ സാധനയാണ് പണത്തിലേക്കുള്ള ആദ്യത്തെ പടി. നിങ്ങളുടെ മൗനമാണ് നിങ്ങളുടെ ആകർഷണം. നിങ്ങളുടെ സാന്നിധ്യമാണ് നിങ്ങളുടെ ബ്രാൻഡ്. നിങ്ങളുടെ ഊർജ്ജമാണ് നിങ്ങളുടെ വിളി. നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജം മാറുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള അന്തരീക്ഷവും മാറാൻ തുടങ്ങുന്നത് നിങ്ങൾ കാണും. നിങ്ങളെ ഗൗരവമായി എടുക്കാതിരുന്ന ആളുകൾ പെട്ടെന്ന് നിങ്ങളെ കേൾക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞുകിടന്നിരുന്ന അവസരങ്ങൾ പെട്ടെന്ന് തുറക്കാൻ തുടങ്ങുന്നു. ബുദ്ധിമുട്ടായിരുന്ന സാഹചര്യങ്ങൾ പെട്ടെന്ന് എളുപ്പമാകാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഒരു വാതിൽ തുറന്നതുപോലെ നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും. പണം നിങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങും. സമൃദ്ധി നിങ്ങളെ അന്വേഷിക്കാൻ തുടങ്ങും. അവസരങ്ങൾ നിങ്ങൾക്ക് ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങും. കാരണം ഇപ്പോൾ നിങ്ങൾ പഴയ നിങ്ങളല്ല. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ മൗനമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വ്യക്തതയുണ്ട്. സമൃദ്ധിയെ ആകർഷിക്കുന്ന ആ തിളക്കം ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ ആകർഷണം ഒരു പ്രകടനമല്ല. ഈ ആകർഷണം ഒരു വിദ്യയല്ല. ഈ ആകർഷണം ഒരു മാന്ത്രിക വിദ്യയല്ല. ഈ ആകർഷണം നിങ്ങളുടെ ആന്തരിക പൂർണ്ണതയുടെ സുഗന്ധമാണ്. ഉള്ളിൽ സുഗന്ധമുണ്ടാകുമ്പോൾ പുറത്ത് പൂക്കൾ തനിയെ വിരിയാൻ തുടങ്ങും. ഉള്ളിൽ വെളിച്ചമുണ്ടാകുമ്പോൾ പുറത്തേക്കുള്ള വഴികൾ തനിയെ വെളിച്ചത്തിലേക്ക് മാറുന്നു. ഉള്ളിൽ സമൃദ്ധി ജനിക്കുമ്പോൾ പുറമേയുള്ള പണം ഒരു ലക്ഷ്യമല്ലാതായി മാറുന്നു. അത് നിങ്ങളുടെ യാത്രയുടെ സ്വാഭാവിക ഭാഗമായി മാറുന്നു. പണം നിങ്ങളെ കണ്ടെത്താൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളെത്തന്നെ കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ ഇനി മുന്നോട്ടൊന്നുമില്ലെന്ന് തോന്നുന്ന ഒരു വഴിത്തിരിവിൽ ജീവിതം നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും. എല്ലാ വഴികളും അടഞ്ഞതുപോലെ. നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും നിങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നതുപോലെ. നിങ്ങൾ എത്രത്തോളം ഓടുന്നുവോ അത്രത്തോളം വഴികൾ നിങ്ങളിൽ നിന്ന് അകലെ എവിടെയോ നഷ്ടപ്പെടുന്നതുപോലെ. ആ നിമിഷം അല്പനേരം നിന്ന് ഉള്ളിലേക്ക് നോക്കാൻ നിങ്ങൾ ധൈര്യം കാണിച്ചാൽ എല്ലാ വഴികളും പുറത്തല്ല, ഉള്ളിലാണ് തുറക്കുന്നത് എന്ന അസാധാരണമായ ഒന്ന് നിങ്ങൾ കാണും. പണത്തിന്റെ രഹസ്യവും ഈ ഉള്ളിലാണ് മറഞ്ഞിരിക്കുന്നത്. ആളുകൾ പുറത്തോടുന്നു. വിപണിയിൽ നിന്ന്, അവസരങ്ങളിൽ നിന്ന്, ആളുകളിൽ നിന്ന്, ഭാഗ്യത്തിൽ നിന്നാണ് പണം പുറത്തുനിന്ന് വരുന്നതെന്ന് ചിന്തിക്കുന്നു. എന്നാൽ പണത്തിന്റെ യഥാർത്ഥ വേരുകൾ വളരുന്നത് പുറത്തല്ല, ഉള്ളിലാണ്. പുറത്തുള്ളത് കേവലം ഫലം മാത്രമാണ്. വൃക്ഷം ഉള്ളിലാണ്. നിങ്ങൾ ഉള്ളിലെ ആ വൃക്ഷത്തെ കാണാത്തിടത്തോളം കാലം പുറത്തൊന്നും മാറാൻ പോകുന്നില്ല. മിക്ക ആളുകളും പണത്തിന് പിന്നാലെ ഓടുന്നത് അവർ ഉള്ളിൽ നിന്ന് ദാരിദ്ര്യത്തിലായതുകൊണ്ടാണ്. ഉള്ളിൽ ശൂന്യതയുണ്ട്, അതുകൊണ്ട് അവർ ഭൗതിക കാര്യങ്ങൾ കൊണ്ട് ആ ശൂന്യത നികത്താൻ ശ്രമിക്കുന്നു. എന്നാൽ മനസ്സിലാക്കാതെ അവബോധമില്ലാതെ വരുന്ന പണം നിങ്ങളെ കൂടുതൽ ആഴത്തിലുള്ള ശൂന്യതയിലേക്ക് തള്ളിയിടും. കാരണം ബാഹ്യമായ കാര്യങ്ങൾക്ക് ഒരിക്കലും ഉള്ളിലെ വിശപ്പ് മാറ്റാൻ കഴിയില്ല. പണത്തെ ആകർഷിക്കുന്നതിന്റെ തുടക്കം ഉള്ളിലെ ശൂന്യത നികത്തുന്നതിലൂടെയല്ല, ഉള്ളിലെ ശൂന്യത മനസ്സിലാക്കുന്നതിലൂടെയാണ്. നിങ്ങളുടെ ഉള്ളിലെ ദാരിദ്ര്യം നിങ്ങൾ തിരിച്ചറിയുന്ന ദിവസം അന്ന് ആദ്യത്തെ വാതിൽ തുറക്കുന്നു. പണത്തോട് വലിയ അത്യാഗ്രഹമുള്ളവരുടെ അടുത്തേക്ക് പണം പോകില്ല. ഊർജ്ജം നിറഞ്ഞവരിലേക്കാണ് പണം പോകുന്നത്. മൗനം നിറഞ്ഞവർ, വ്യക്തതയും സ്ഥിരതയും സർഗാത്മകതയും നിറഞ്ഞവർ. ഉള്ളിൽ നിന്ന് സമ്പന്നനായവന്റെ അടുത്തേക്ക് പുറമെയുള്ള പണവും തനിയെ വരുന്നു. ഉള്ളിലെ സമൃദ്ധി ഒരു മാന്ത്രിക വിദ്യയല്ല, അതൊരു സൂക്ഷ്മശാസ്ത്രമാണ്. നിങ്ങളുടെ ചിന്തകളുടെ ദിശ, നിങ്ങളുടെ വികാരങ്ങളുടെ കമ്പനം, നിങ്ങളുടെ ബോധത്തിന്റെ വികാസം, ഇവ മൂന്നും ഒരേ താളത്തിൽ വരുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ഊർജ്ജവും സമൃദ്ധിയുടെ കാന്തമായി മാറുന്നു. എന്നാൽ ധ്യാനമില്ലാതെ ഈ കമ്പനം സാധ്യമല്ല. ധ്യാനം നിങ്ങളുടെ ഊർജ്ജത്തിന്റെ കേന്ദ്രത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന കലയാണ്. ചിതറിക്കിടക്കുന്ന നിങ്ങളുടെ എല്ലാ ശക്തികളും ഒരിടത്തൊത്തുകൂടുന്ന ആ മൗനമാണ് ധ്യാനം. ജീവിതത്തിന്റെ സമൃദ്ധി സ്വീകരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തിയ ഏത് കെട്ടുകളാണ്, ഏത് ഭയങ്ങളാണ്, ഏത് തടസ്സങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെന്ന് നിങ്ങൾ ആദ്യമായി കാണുന്ന ആ വെളിച്ചമാണ് ധ്യാനം. പണത്തെ ആകർഷിക്കുന്നതിനുള്ള യഥാർത്ഥ തടസ്സം ഒരിക്കലും പുറത്തല്ല, എപ്പോഴും ഉള്ളിലാണെന്ന് മനസ്സിലാക്കുക. സാഹചര്യങ്ങൾ കൊണ്ടാണ് ദാരിദ്ര്യം വരുന്നതെന്ന് ആളുകൾ കരുതുന്നു. എന്നാൽ ഏറ്റവും വലിയ ദാരിദ്ര്യം മനസ്സിന്റെ ദാരിദ്ര്യമാണ്. ഭയത്തിൽ നിന്നുണ്ടാകുന്ന ദാരിദ്ര്യം, ചുരുങ്ങലിൽ നിന്ന് ജനിക്കുന്ന ദാരിദ്ര്യം, ജീവിതത്തെ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന ദാരിദ്ര്യം. ഭയവും പണവും ഒരുമിച്ച് പോകില്ല. എവിടെ ഭയമുണ്ടോ അവിടെ ഊർജ്ജം ചുരുങ്ങുന്നു. ഊർജ്ജം ചുരുങ്ങുന്നിടത്ത് അവസരങ്ങൾ വറ്റിപ്പോകുന്നു. അവസരങ്ങൾ വറ്റിപ്പോകുന്നിടത്ത് ജീവിതം നിലയ്ക്കുന്നു. ജീവിതം നിലച്ചു നിൽക്കുന്നിടത്ത് പണം എങ്ങനെ വരും? പണം ഒരു നദി പോലെയാണ്. അത് എപ്പോഴും ഒഴുക്കിന്റെ ദിശയിലേക്ക് പോകുന്നു. ഒഴുകുന്ന, മാറുന്ന, പഠിക്കുന്ന, അപകടസാധ്യതകൾ ഏറ്റെടുക്കുന്ന, മുന്നോട്ടു പോകുന്നൊരു വ്യക്തി. പണം അയാളുടെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി പ്രവേശിക്കുന്നു. നിശ്ചലമായി നിൽക്കുന്നവരെ, ഉറച്ചുപോയവരെ,
തങ്ങളുടെ പഴയ ചിന്തകളിൽ തന്നെ കടിച്ചുതൂങ്ങിക്കിടക്കുന്നവരെ, കഴിഞ്ഞുപോയ ഇന്നലകളിലെ പൊടിപടലങ്ങൾ കൂട്ടിവച്ചിരിക്കുന്നവരെ ജീവിതം ഇഷ്ടപ്പെടുന്നില്ല. ഉള്ളിൽ ജീവനുള്ള, സ്പന്ദനമുള്ള, സാധ്യതകളുള്ള, മൃദുത്വമുള്ള, എല്ലാറ്റിനുമുപരിയായി ഉണർവുള്ള ആളുകൾക്ക് ജീവിതം സമൃദ്ധി നൽകുന്നു. ഉണർന്ന ഒരു വ്യക്തി പണത്തെ വെറും പണമായി മാത്രം കാണുന്നില്ല. പണമെന്നാൽ ഊർജ്ജമാണെന്നുണർന്ന ഒരു വ്യക്തി മനസ്സിലാക്കുന്നു. ഊർജ്ജം നിങ്ങളുടെ ഉള്ളിൽ തുറക്കുമ്പോൾ, നിങ്ങളുടെ ബോധം വികസിക്കുമ്പോൾ, നിങ്ങൾ ഭയത്തിൽ നിന്ന് സ്വതന്ത്രനാകുമ്പോൾ, അപ്പോൾ അസ്തിത്വം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കുന്നു. പണം നിങ്ങളെ പിന്തുടരാൻ തുടങ്ങുന്നു. നിങ്ങൾ നിങ്ങളെത്തന്നെ പിന്തുടരുന്നത് നിർത്തുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കൂ. നിങ്ങളുടെ ഉള്ളിലെ ശൂന്യത നികത്താൻ നിങ്ങൾ ബാഹ്യമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാ സമ്മർദ്ദവും, എല്ലാ പോരാട്ടങ്ങളും, എല്ലാ ഭാരവും ഉണ്ടാകുന്നത്. എന്നാൽ ബാഹ്യമായ കാര്യങ്ങൾക്ക് ഒരിക്കലും ഉള്ളിലെ ലോകത്തെ തൊടാൻ കഴിയില്ല. നിങ്ങളിത് മനസ്സിലാക്കുന്ന ദിവസം നിങ്ങൾ ഭാരം കുറഞ്ഞവനാകുന്നു. അന്ന് നിങ്ങളുടെ ഊർജ്ജം തുറക്കപ്പെടുന്നു. ഊർജ്ജം തുറക്കപ്പെടുന്ന ദിവസം സമൃദ്ധിയുടെ വാതിലും തുറക്കപ്പെടുന്നു. പണം കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്ന് ആളുകൾ കരുതുന്നു. എന്നാൽ ഉണർന്ന ഊർജ്ജത്തിന്റെ ഫലമാണ് പണം എന്നതാണ് സത്യം. നിഷ്ക്രിയരായവർക്കും അധ്വാനിക്കാം, വിഡ്ഢികൾക്കും കഴിയും. എന്നാൽ ഊർജ്ജതലത്തിൽ തുറന്നിരിക്കുന്നവരിലേക്ക് മാത്രമേ സമൃദ്ധി പോകൂ. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ ഹൃദയമിടിപ്പ്, നിങ്ങളുടെ വികാരങ്ങൾ, ഇതെല്ലാം ചേർന്ന് നിങ്ങളുടെ ഊർജ്ജത്തിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ, പരാതിയുണ്ടെങ്കിൽ നിങ്ങളുടെ ഊർജ്ജത്തിന് ഭാരമേറുന്നു. ഭാരമേറിയ ഊർജ്ജം പണത്തെ ആകർഷിക്കില്ല. പണം ലാഘവത്വം ഇഷ്ടപ്പെടുന്നു. ചിരിക്കുന്ന മനസ്സ്, തുറന്ന ഹൃദയം, സ്ഥിരമായ ധ്യാനം. നിങ്ങൾ ഉള്ളിൽ നിന്ന് സ്ഥിരമാകുമ്പോൾ ജീവിതത്തിൽ എന്തു വന്നാലും അത് നിങ്ങളുടെ ഉള്ളിലെ സ്ഥിരതയുടെ പ്രതിഫലനമായിരിക്കും. പണം സ്ഥിരതയുള്ള മനസ്സുകളിൽ തങ്ങിനിൽക്കുന്നു. പണം തുറന്ന ഹൃദയങ്ങളിലേക്ക് വരുന്നു. പണം ഉദാരമായ ആത്മാക്കളിലേക്ക് ഒഴുകുന്നു. ഈ കാര്യം എത്ര ലളിതമായി തോന്നുന്നുവോ അത്രയും ആഴമുള്ളതുമാണ്. കാരണം ഔദാര്യം പണത്തെ വലിച്ചെടുക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കാന്തമാണ് ഔദാര്യം. കൊടുക്കുന്നവൻ ഒരിക്കലും ദരിദ്രനാകില്ല. കാരണം നൽകാനുള്ള കഴിവാണ് ഏറ്റവും വലിയ സമ്പത്ത്. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും നൽകുന്ന നിമിഷം, അതൊരു പുഞ്ചിരിയോ ദയയോ സമയമോ സഹായമോ അറിവോ പണമോ ആകട്ടെ, നിങ്ങളുടെ ഊർജ്ജം ഉടൻ തന്നെ മുകളിലേക്ക് ഉയരുന്നു. ഊർജ്ജത്തിന്റെ ഈ ഉന്നമനം തന്നെയാണ് സമൃദ്ധി നിങ്ങളിലേക്ക് മടങ്ങിവരുന്ന വാതിൽ. കൊടുക്കുന്നവനെ പ്രപഞ്ചം ഒരിക്കലും ശൂന്യനാക്കി മാറ്റില്ല. എന്നാൽ നൽകാൻ പോലും ഉള്ളിൽ സമ്പന്നനായിരിക്കേണ്ടത് ആവശ്യമാണ്. ആത്മീയമായി, വൈകാരികമായി, മാനസികമായി ഉള്ളകം നിറഞ്ഞ ഒരു വ്യക്തിക്ക് നൽകുക എന്നത് സ്വാഭാവികമാണ്. സ്വാഭാവികമായി നൽകുന്നവന്റെ ജീവിതത്തിൽ പണം പെയ്യുന്നു. സൂര്യൻ ഉദിക്കുന്നതുപോലെ, നദി ഒഴുകുന്നതുപോലെ കൃത്യമാണ് ഈ നിയമം. ഈ ധാരണ ആഴത്തിലുള്ളതാകുമ്പോൾ നിങ്ങൾ പണം നേടാൻ ശ്രമിക്കില്ല. പണത്തെ ആകർഷിക്കുന്ന ആ ഊർജ്ജമായി നിങ്ങൾ സ്വയം മാറുന്നു. പണത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ആളുകൾ അതിനെ പുറത്തന്വേഷിക്കുന്നു എന്നതാണ്. പണത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം അത് ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നതാണ്. നിങ്ങളുടെ വികാരങ്ങളെ സന്തുലിതമാക്കുമ്പോൾ പണത്തിന്റെ വാതിൽ തുറക്കുന്നു. നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ വ്യക്തമാക്കുമ്പോൾ പണത്തിന്റെ വാതിൽ തുറക്കുന്നു. നിങ്ങളുടെ ബോധത്തെ നിങ്ങൾ ഉണർത്തുമ്പോൾ പണത്തിന്റെ വാതിൽ തുറക്കുന്നു. നിങ്ങൾ നൽകാൻ തുടങ്ങുമ്പോൾ പണം നിങ്ങളിലേക്ക് ഓടിയെത്തുന്നു. പണത്തിന്റെ ഒഴുക്ക് എപ്പോഴും ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത്, ഒരിക്കലും പുറത്തുനിന്ന് ഉള്ളിലേക്കല്ല. നിങ്ങളിത് തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ജീവിതവും ഒരു പുതിയ ദിശയിലേക്ക് ഒഴുകാൻ തുടങ്ങും. സമ്മർദ്ദമില്ലാത്ത ലാളിത്യമുള്ള ദിശ, ഭയമില്ലാത്ത ധാരണയുള്ള ദിശ, അത്യാഗ്രഹമില്ലാത്ത മൗനമുള്ള ദിശ, പോരാട്ടമില്ലാത്ത നൃത്തമുള്ള ദിശ. നൃത്തം ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്ക് പണം താനേ വരുന്നു. കാരണം അയാൾ ഊർജ്ജത്തിന്റെ ഏറ്റവും ഉയർന്ന കമ്പനത്തിലാണ് ജീവിക്കുന്നത്. പണത്തെ ആകർഷിക്കാൻ ഇതൊരു ഓട്ടമല്ലെന്ന് നിങ്ങൾ ഓർക്കണം. ഇതൊരു യുദ്ധമല്ല, ഇതൊരു ലക്ഷ്യമല്ല, ഇതൊരു അവസ്ഥയാണ്. അവബോധത്തിന്റെ അവസ്ഥ, മൗനത്തിന്റെ അവസ്ഥ, കൃതജ്ഞതയുടെ അവസ്ഥ. ഈ അവസ്ഥയെ നിങ്ങൾ സ്പർശിക്കുന്ന നിമിഷം പണം സ്വയം നിങ്ങളുടെ അടുത്തേക്ക് നടന്നുവരുന്നതായി നിങ്ങൾ മനസ്സിലാക്കുന്നു. പണം വരുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത് നിങ്ങളുടെ ബോധമായിരുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ബാക്കിയുള്ളതെല്ലാം അതിന്റെ പ്രതിഫലനം മാത്രമായിരുന്നു. ചിലപ്പോൾ പണം എന്നത് ഏതെങ്കിലും ബാഹ്യമായ കൈകൾ നൽകുന്ന ഒരു അനുഗ്രഹമല്ല, മറിച്ച് ഉള്ളിലെ അവബോധത്തിന്റെ ഉണർവാണെന്ന ധാരണ. തനിയെ ഉയർന്നുവരുന്ന ഒരു ഘട്ടത്തിൽ ജീവിതം നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും. ഈ ധാരണ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ മാറ്റം ആ വ്യക്തി പണത്തിന് പിന്നാലെ ഓടുന്നത് നിർത്തുന്നു എന്നതാണ്. പണത്തിന്റെ ഭാഷ, പണത്തിന്റെ താളം, പണത്തിന്റെ ഊർജ്ജം എന്നിവ അനുഭവിക്കാൻ അയാൾ പതിയെ പഠിക്കുന്നു. പണം ഒരു തരംഗമാണ്. തുറന്നിരിക്കുന്നവരും സ്ഥിരതയുള്ളവരും സന്തുലിതരുമായ ആളുകളിലേക്കാണ് ആ തരംഗം ഒഴുകുന്നത്.
മനസ്സിന്റെ അനന്തമായ ഓട്ടം നിൽക്കുമ്പോഴാണ് ഈ സന്തുലിതാവസ്ഥ വരുന്നത്. ഒരു വ്യക്തി കുറച്ചുനേരം മൗനമായിരുന്ന് തന്റെ ഉള്ളിൽ ഓരോ നിമിഷവും എന്താണ് നടക്കുന്നതെന്ന് നോക്കുമ്പോൾ. കാരണം നിങ്ങളുടെ ഉള്ളിലെ അരാജകത്വം നിങ്ങൾ കാണാത്തിടത്തോളം കാലം പുറത്തുള്ള ഒരു ക്രമത്തെയും നിങ്ങൾക്ക് ആകർഷിക്കാൻ കഴിയില്ല. പണം എന്നത് ക്രമമാണ്. ക്രമം ക്രമരഹിതമായ മനസ്സുകളിലേക്ക് പ്രവേശിക്കില്ല. നിങ്ങൾ മുമ്പ് വീണിടത്തു തന്നെ നിങ്ങളെ വീണ്ടും വീണ്ടും വലിച്ചെറിയുന്ന ചുഴലിക്കാറ്റാണ് മനസ്സിന്റെ അരാജകത്വം. ഈ ചക്രം തകർക്കുന്നതിനുള്ള ആദ്യ പടി ഇതാണ്. നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നതെന്തും മുൻവിധികളില്ലാതെ കാണാൻ കഴിയുക. കാണുക എന്നതു തന്നെയാണ് മാറ്റം. നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഊർജം പതുക്കെ സന്തുലിതമാകാൻ തുടങ്ങുന്നു. ചിന്തകൾ ശാന്തമാകുന്നു. വികാരങ്ങൾ ഭാരം കുറഞ്ഞതാകാൻ തുടങ്ങുന്നു. ഉള്ളിൽ മൃദുവായ ഒരു വികാസം തുറക്കാൻ തുടങ്ങുന്നു. ഈ വികാസമാണ് പണത്തിന്റെ ആദ്യത്തെ അടയാളം. കാരണം പണം ചുരുങ്ങലിൽ വരുന്നില്ല, അത് വികാസത്തിലാണ് വരുന്നത്. ധ്യാനത്തിന്റെ അർത്ഥം തന്നെ ഈ വികാസമാണ്. നിങ്ങളുടെ ഉള്ളം വികസിക്കുമ്പോൾ നിങ്ങളുടെ ഊർജം മുമ്പ് ബന്ധിക്കപ്പെട്ടിരുന്നുവെന്നും പരിമിതമായിരുന്നുവെന്നും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടന്നിരുന്ന അതേ ഊർജം സ്വതന്ത്രമാകുമ്പോൾ അത് സർഗാത്മകമാകുന്നു, ധീരമാകുന്നു, ലക്ഷ്യബോധമുള്ളതാകുന്നു. സർഗാത്മക ഊർജമുള്ളവരിലേക്കാണ് പണം പോകുന്നത്. ജീവിതത്തെ മാറ്റാൻ കഴിവുള്ളതാണ് സർഗാത്മക ഊർജം. ഉള്ളിലും പുറത്തും നിങ്ങളുടെ ഊർജം മാറുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ കർമ്മങ്ങൾ മാറുന്നു. ചിന്തകളുടെ വികാസത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് കർമ്മങ്ങൾ. ചിന്തകൾ വ്യക്തമാകുമ്പോൾ കർമ്മങ്ങൾ സ്വാഭാവികമാകുന്നു. കർമ്മങ്ങൾ സ്വാഭാവികമാകുമ്പോൾ ഫലങ്ങളും സ്വാഭാവികമായി വരുന്നു. പണത്തെ ആകർഷിക്കുന്നതിന്റെ രഹസ്യം കഠിനാധ്വാനമല്ല, ലാളിത്യമാണ്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അവസ്ഥയാണ് ലാളിത്യം. ഉള്ളിലെ ധാരണയിൽ നിന്ന്, ഉള്ളിലെ സമാധാനത്തിൽ നിന്ന്, ഉള്ളിലെ ഉണർവിൽ നിന്ന് വരുന്ന അത്തരം പ്രവൃത്തി ഒരിക്കലും തളർത്തില്ല, അത് ഊർജം സൃഷ്ടിക്കുന്നു. ഊർജം സൃഷ്ടിക്കുന്ന വ്യക്തി പണത്തിലേക്കൊരു കാന്തമായി മാറുന്നു. നിങ്ങളുടെ കഴിവുകൾക്ക് തിളങ്ങാൻ കഴിയുന്ന അതേ ദിശയിലേക്ക് ജീവിതം നിങ്ങളെ കൊണ്ടുപോകുന്നത് ക്രമേണ നിങ്ങൾ കാണും. മുമ്പ് കാണാതിരുന്ന അവസരങ്ങൾ നിങ്ങൾ കണ്ടുതുടങ്ങും. നിങ്ങളുടെ യാത്രയുടെ ഭാഗമാകാൻ പോകുന്ന ആളുകൾ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു. നിങ്ങൾ വളരെക്കാലമായി അടഞ്ഞുകിടക്കുന്നുവെന്ന് കരുതിയിരുന്ന വാതിലുകൾ തുറക്കാൻ തുടങ്ങും. സ്വന്തം കൈപിടിക്കാൻ ധൈര്യമുള്ളവരുടെ കൈ അസ്തിത്വം എപ്പോഴും പിടിക്കുന്നു. പണം, അധികാരം, അവസരം ഇവയൊന്നും ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടിയുള്ളതല്ല. ഊർജ്ജസ്വലമായി തയ്യാറായ എല്ലാവർക്കും വേണ്ടിയുള്ളതാണത്. തയ്യാറെടുപ്പ് എന്നാൽ പണം സ്വരൂപിക്കലല്ല. തയ്യാറെടുപ്പ് എന്നാൽ ഉള്ളിലെ ഭയത്തെ ഉരുക്കിക്കളയുക എന്നതാണ്. തയ്യാറെടുപ്പ് എന്നാൽ ഉള്ളിലെ അവിശ്വാസം ഉപേക്ഷിക്കുക എന്നതാണ്. തയ്യാറെടുപ്പ് എന്നാൽ ഉള്ളിലെ പോരായ്മകളുമായി സമാധാനം സ്ഥാപിക്കുക എന്നതാണ്. ഉള്ളിൽ സമാധാനമുണ്ടാകുമ്പോൾ പുറത്ത് സമൃദ്ധി വെളിപ്പെടുന്നു. സമൃദ്ധി എപ്പോഴും ഉള്ളിലെ അവസ്ഥയുടെ പ്രതിഫലനമാണ്. കണ്ണാടി നിങ്ങളുടെ മുഖം മാത്രം കാണിക്കുന്നതുപോലെ ജീവിതം നിങ്ങളുടെ ഊർജത്തിന്റെ പ്രതിഫലനം കാണിക്കുന്നു. ഉള്ളിൽ പരാതിയുണ്ടെങ്കിൽ പുറത്ത് ദാരിദ്ര്യം കാണാം. ഉള്ളിൽ കൃതജ്ഞതയുണ്ടെങ്കിൽ പുറത്ത് അവസരങ്ങൾ കാണാം. ഉള്ളിൽ മൗനമുണ്ടെങ്കിൽ പുറത്ത് വഴികൾ തുറക്കും. ഉള്ളിൽ വ്യക്തതയുണ്ടെങ്കിൽ പുറത്ത് ഫലങ്ങൾ വരും. പണത്തെ ആകർഷിക്കുന്നത് ഒരു വിദ്യയല്ല, ഇതൊരു ആന്തരിക പരിവർത്തനമാണ്. പണം എന്നാൽ സ്വരൂപിക്കലല്ല, ഒഴുകുകയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് ഈ പരിവർത്തനം സംഭവിക്കുന്നത്. പണം നിൽക്കുന്നില്ല, അത് വരുന്നു, പോകുന്നു, ചലിക്കുന്നു. പണത്തെ പിടിച്ചു നിർത്താതെ അതിനെ ഒഴുകാൻ അനുവദിക്കുന്ന വ്യക്തിക്ക് മാത്രമേ പണത്തെ ആകർഷിക്കാൻ കഴിയൂ. ഒഴുകുക എന്നാൽ ഔദാര്യം എന്നാണ് അർത്ഥം. പ്രപഞ്ചം അനന്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരവസ്ഥയാണ് ഔദാര്യം. അനന്തതയിൽ ഒരിക്കലും കുറവുണ്ടാകില്ല. അനന്തതയെ മനസ്സിലാക്കുന്നവൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല. ഭയം പോരായ്മകൾക്ക് ജന്മം നൽകുന്നു. ധാരണ സമൃദ്ധിക്ക് ജന്മം നൽകുന്നു. ഈ ധാരണ നിങ്ങളുടെ ഉള്ളിൽ പതിയുന്ന ദിവസം മുതൽ നിങ്ങൾക്ക് ബാഹ്യമായ പണത്തെക്കുറിച്ച് ആശങ്കയില്ല. കാരണം ഉള്ളിൽ നിന്ന് സമ്പന്നനായവനിലേക്ക് പണം എപ്പോഴും മടങ്ങിവരുമെന്ന് നിങ്ങൾക്കറിയാം. സമൃദ്ധി ശാശ്വതമാകുന്ന നിമിഷം ഇതാണ്. ഇപ്പോൾ പണം നിങ്ങൾക്ക് ഒരു ലക്ഷ്യമല്ലാതായി മാറുന്നു. അത് ജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗമായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾ പണത്തെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നില്ല. പണം നിങ്ങളിലേക്ക് തനിയെ ആകർഷിക്കപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ പണം നേടാൻ പാടുപെടുന്നില്ല. നിങ്ങളുടെ ഊർജം കാരണം പണം വെളിപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ പണത്തിന് പിന്നാലെ ഓടുന്നില്ല. നിങ്ങൾ അത്രത്തോളം നിറയുന്നു, പണം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങുന്നു. ഇതാണ് യഥാർത്ഥ മാറ്റം. ഇതാണ് ഉള്ളിലെ ഉണർവ്. ഇതാണ് സമൃദ്ധിയുടെ പാത. ഈ പാതയിലൂടെ നടക്കുന്ന ഒരാൾ മനസ്സിലാക്കുന്നു, പണം കേവലം ഒരു ബാഹ്യ ഉപാധി മാത്രമല്ലെന്ന്. ഉള്ളിലെ വൃക്ഷം ഉണരുമ്പോൾ വിരിയുന്ന ബോധത്തിന്റെ പൂവാണത്. ഒരു വ്യക്തി ഈ മുഴുവൻ ആന്തരിക ശാസ്ത്രവും മനസ്സിലാക്കുമ്പോൾ
പണം അയാൾക്കൊരു രഹസ്യമല്ലാതായി മാറുന്നു. അതൊരു അനുഭവമായി മാറുന്നു. ഉള്ളിലെ പക്വതയിൽ നിന്ന് ഉയർന്നുവരുന്ന ഒരു അനുഭവം. ഉള്ളിലെ സ്ഥിരതയിൽ നിന്ന് ജനിക്കുന്നു. ഉള്ളിലെ അവബോധത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു. ഉള്ളിലെ കേന്ദ്രം സ്ഥിരമായിരിക്കുന്ന ആളുകളുടെ കൈകളിൽ പണം ശാശ്വതമായി നിലനിൽക്കും. അല്ലാത്തപക്ഷം പണം വരികയും പോവുകയും ചെയ്യുന്നു. ജനാലയിലൂടെ കാറ്റ് കടന്നുപോകുന്നതുപോലെ. ഉള്ളിലെ കേന്ദ്രം തന്നെയാണ് യഥാർത്ഥ നിധി. നിങ്ങൾ ഈ കേന്ദ്രത്തെ സ്പർശിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്തും, അവസരങ്ങൾ, ആളുകൾ, വഴികൾ, ഉപാധികൾ, ഇതെല്ലാം നിങ്ങളുടെ ബോധത്തിന്റെ വികാസത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും. ജീവിതം തങ്ങൾക്ക് അവസരം നൽകുന്നില്ലെന്ന് ചിലർ കരുതുന്നു. എന്നാൽ ജീവിതം എപ്പോഴും തുല്യമായ അവസരങ്ങൾ നൽകുന്നു എന്നതാണ് സത്യം.